നമസ്കാരം, എൻ്റെ പേര് സുനൻ ജോസ്. കമ്പ്യൂട്ടർ ലാബിലെ SI ആണ്. നമ്മളിതിനു മുന്നുള്ള സെഷൻസിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിന് തുടർച്ചയായി ഇപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെസ്ക്ടോപ്പിൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരു മോണിറ്റർ ഉണ്ടാവും, അതിൻ്റെ ക്യാബിനറ്റ് ഉണ്ടാവും, CPU ഉണ്ടാവും, അതുപോലെ തന്നെ കീബോർഡ്, മൗസ്, ബാക്കി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ CPUവിൻ്റെ, അതായത് ക്യാബിനറ്റിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മദർ ബോർഡ്. മദർ ബോർഡിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗിളിലൂടെ ഉള്ള ഒരു എത്തിനോട്ടമാണ് ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത് അതിൻ്റെ CPUവിൻ്റെ തന്നെ സെൻട്രൽ സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മൊത്തമായിട്ട് നമുക്ക് എന്തെല്ലാം കണക്ട് ചെയ്യണം, ആ ഡിവൈസുമായിട്ട് എന്തെല്ലാം കണക്ട് ചെയ്യണം, അതിലെന്തെല്ലാം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള റാം ആയിക്കോട്ടെ, പ്രോസസ്സർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർഡുകൾ, ഡിവൈസുകളെല്ലാം അതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ പ്രധാനപ്പെട്ട ഈ മദർ ബോർഡിൽ തന്നെയാണ്. സാധാരണ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ അതിൻ്റെ CPUവും മെയിൻ മെമ്മറിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എല്ലാം, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, അതിൻ്റെ USB കണക്ടേഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വിഭിന്നങ്ങളായിട്ടുള്ള മേഖലയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടുകളെല്ലാം തന്നെ മദർ ബോർഡിൽ ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അത് കൂടാതെ അത് മറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് അതിന് ഒരു എഡ്ജ് കണക്ടേഴ്സോ അല്ലെങ്കിൽ കേബിൾസോ ഉണ്ടാവും, അതുവഴി നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്കിപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു TV ട്യൂണർ കാർഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു TV കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസ് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള കേബിൾ ഉപയോഗിച്ചിട്ടോ ആ എഡ്ജ് ഉപയോഗിച്ചിട്ടോ നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് അത് ചെയ്യുന്നത്. മദർ ബോർഡിൽ പ്രധാനമായിട്ട് ആ സിസ്റ്റം ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡാണത്, ഒരു ചെറിയൊരു കമ്പ്യൂട്ടറിൻ്റെ. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് അതിൻ്റെ ഫോം ഫാക്ടറാണ്. ഫോം ഫാക്ടർ എന്താണ്? എൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾക്ക് അതിൻ്റെ ഫിസിക്കൽ ഷേപ്പും അതിൻ്റെ ലേഔട്ട്, ഫിസിക്കൽ ഷേപ്പ് മുതലായവ ഏത് രീതിയിൽ കണക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഭാഗമാണ് അതിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മദർ ബോർഡ് ആണെങ്കിലും, വ്യത്യസ്ത ഫംഗ്ഷനുകളായിട്ടുള്ള മദർ ബോർഡ് അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷനിലുള്ള മദർ ബോർഡ് ആണെങ്കിലും അതിൻ്റെ ഫോം ഫാക്ടർ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് AT അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി എന്നുള്ള ഒരു ഫോം ഫാക്ടർ ഉണ്ടാവും, ബേബി AT എന്നുള്ള ഒരു ഫോം ഫാക്ടർ ഉണ്ടാവും, അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ് ഫോം ഫാക്ടർ ഉണ്ട്, ATX എന്ന് പറയുന്നത്. സോ ഒരു ബോർഡ് നമ്മളൊരു CPUമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിൻ്റെ ബോർഡ് ഈ ഒരു മേഖലയിലൂടെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് ബോർഡാണ് പ്രോപ്പറായിട്ട് അതിൽ കണക്റ്റഡ് ആവുന്നതെന്ന് നമുക്ക് അതിൽ നിന്നോട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് വിശദമായിട്ട് ചെറിയ സ്ലൈഡിൽ അത് വ്യക്തമായിട്ട് അത് വിശകലനം ചെയ്യുന്നുണ്ട്. മദർ ബോർഡിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പണൻസ് ഈ ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് കണക്ടറുണ്ട്, പഴയ ബോർഡുകളാണെങ്കിൽ. IDE കണക്ടർ ഇതുണ്ട്, സിസ്റ്റം പാനൽ കണക്ടറുണ്ട്, SATA കണക്ടറുണ്ട്, USB കണക്ടറുണ്ട്, ഡിജിറ്റൽ ഓഡിയോ കണക്ടേഴ്സ് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൺ ബോർഡ് ഇൻ്റർഫേസസ് കണക്ട് ചെയ്യാവുന്ന പോർട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ AGP സ്ലോട്ട് ഉണ്ട്, PCI ബസ് ഉണ്ട്, പോസ്റ്റ് ഡിസ്പ്ലേ, IDE ഇൻ്റർഫേസ് മുതലായവ ഈ ബോർഡിൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്യാബിനറ്റിൻ്റെ റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന പോർട്ടുകളാണ് നമ്മളിവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ PS2 പോർട്ടുകൾ കാണാം. കീബോർഡിനും മൗസിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പോർട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് തൊട്ടു താഴെയായിട്ട് 2 സീരിയൽ പോർട്ടുകൾ കാണാം. അതിലൊന്ന് മെയിലും മറ്റത് ഫീമെയിലുമാണ്. പിന്നെ പാരലൽ പോർട്ട് അതിന് വലതുവശത്തായിട്ട് കാണാം. USB പോർട്ടുകൾ കാണാം.
RJ45 നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇഥർനെറ്റ് പോർട്ടുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൗണ്ട് ഓഡിയോ കേബിൾസ് എല്ലാം കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. എക്സ്പാൻഷൻ സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ സ്ലോട്ട്സ് മദർ ബോർഡ് നമ്മൾക്ക് മദർ ബോർഡിൽ മറ്റു കാർഡുകളും മറ്റും കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആണത്. ദ കാർഡ് മസ്റ്റ് കംപ്ലൈ വിത്ത് PCI സ്പെസിഫിക്കേഷൻസ്. ആ ബോർഡ് എന്താണോ നമ്മൾക്ക് ഏതെല്ലാം രീതിയിലുള്ള ടെക്നോളജിയാണ് നമ്മൾ അതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അതിനടിസ്ഥാനമായിട്ടുള്ള എക്സ്പാൻഷൻ സ്ലോട്ടുകളായിരിക്കും അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ബസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ബസ് ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ടേഴ്സിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ് ബസ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IO ബസ്സസ് ദാറ്റ് ട്രാൻസ്ഫർ ഡാറ്റ അക്രോസ് കോമ്പണൻസ് ഓഫ് ദ സിസ്റ്റം. ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പണൻസ് വഴി ഡാറ്റ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കണക്ടേഴ്സാണ് ബസ്സസ് എന്ന് പറയുന്നത്. അതിൽ ഓരോ പ്രത്യേകമായിട്ടുള്ള ബസ്സുകളാണ് ഓരോ സ്ലൈഡുകളിലായിട്ട് നമ്മളിവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പെരിഫറൽ കോമ്പണന്റ് ഇന്റർകണക്ട് ലോക്കൽ ബസ് PCI ബസ് ഉണ്ട്. അതുപോലെ ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട് AGP ബസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ IO പോർട്ട്സ് ആൻഡ് ഡിവൈസസും ഈ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. Input output ports enables you to connect hardware devices such as keyboard, mouse, printer, scanners to the system. It is the entry and exit point of the data from the system. So IO പോർട്ടുകൾ നമ്മൾക്ക് കീബോർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനുള്ള രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മീഡിയാസ് അല്ലെങ്കിൽ ഡിവൈസുകൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോർട്ടുകളാണത് IO പോർട്ടുകൾ എന്ന് പറയുന്നത്. അതിൽ സീരിയൽ പോർട്ട് നമ്മൾ പറഞ്ഞു, അതൊന്ന് മെയിൽ പോർട്ടും ഫീമെയിൽ പോർട്ടും ഉണ്ട്. നമ്മളുടെ മോണിറ്ററും മറ്റും കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോർട്ടുകളാണത്. പാരൽ പോർട്ട് പണ്ടുള്ള നമ്മളെ പ്രിന്ററുകളും മറ്റും കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പോർട്ടാണ് പാരൽ പോർട്ട് എന്ന് പറയുന്നത്. PS2 പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 6 പിന്നുകളുള്ള ഇപ്പോൾ നിലവിൽ നമ്മൾ USB വരുന്നതിന് മുമ്പായിട്ട് കീബോർഡ് മൗസും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന പോർട്ടാണ്. ഇപ്പോഴും അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിസ്റ്റത്തിൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് PS2 പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇനി യൂണിവേഴ്സൽ സീരിയൽ ബസ്. The USB port is the regular port that is used to connect variety of devices to the system. നമ്മളിപ്പോൾ നിലവിലെ നമ്മൾക്ക് പല ടൈപ്പിലുള്ള ഡിവൈസുകൾ അവൈലബിൾ ആണെങ്കിൽ അത് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള USB പോർട്ടുകൾ വഴി നമുക്ക് നമ്മളെ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുപയോഗിക്കുന്ന പോർട്ടുകളെ നമ്മൾ USB പോർട്ടുകൾ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ റാമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. മെമ്മറി സോക്കറ്റ്സ്, അതായത് നമ്മൾക്ക് റാം നമ്മൾക്ക് ഒരു സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ റാം ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. റാം ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് സിസ്റ്റം പെർഫോമൻസ് മെച്ചപ്പെടുന്നു. അപ്പോൾ അതിന് നമ്മൾക്ക് സാധാരണ രീതിയിൽ 2 അതിൽ കൂടുതലോ മെമ്മറി സോക്കറ്റുകൾ അവൈലബിൾ ആയിരിക്കുള്ളൂ. അതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ടെക്നോളജിയിലുള്ള റാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് അടിസ്ഥാനമായിട്ടുള്ള സ്ലോട്ടുകളിൽ നമ്മൾക്ക് ഈ റാമുകൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്യാമറയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസുകളിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെമ്മറി, അത് മെമ്മറി കാർഡ് ആയിക്കോട്ടെ പെൻ ഡ്രൈവ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫ്ലാഷ് മെമ്മറി എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നത്. SMPS സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലെ CPU ക്യാബിനറ്റിനകത്തായിട്ട് ഒത്തിരി ഡിവൈസുകളുണ്ട്. മദർ ബോർഡ് അതുപോലെ തന്നെ ഓരോ ഡിവൈസുകൾ നമുക്കതിൽ ലഭ്യമാണ്. ആ ഡിവൈസുകൾക്കെല്ലാം പവർ കണക്ഷൻ എത്തിച്ചു കൊടുക്കണം. നമ്മളുടെ സിസ്റ്റം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇനീഷ്യലി പോസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഈ കണക്ടേഴ്സ് എല്ലാം കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഈ പവർ കണക്ഷൻ നമ്മൾക്ക് തരുന്നത് SMPS-ലൂടെയാണത്. മെയിൻ പവർ നമ്മൾ റിസീവ് ചെയ്തിട്ട് ഓരോ കോമ്പണൻസിനും ആവശ്യമായിട്ടുള്ള പവർ ആവശ്യമായിട്ടുള്ള തോതിൽ നൽകുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ് SMPS എന്ന് പറയുന്നത്. ദ പവർ സപ്ലൈ യൂണിറ്റ് സപ്ലൈസ് പവർ ടു ദ ഡിഫറെൻറ്റ് സിസ്റ്റം കോമ്പണൻസ്.
അപ്പോൾ അത് പലതരത്തിലുള്ളതുണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടർ എക്സ്റ്റൻഡഡ് ടെക്നോളജി PCXT ഉണ്ട്, അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട് AT, ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റൻഡഡ് ഫോം ഫാക്ടറും ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നിനുമായിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പവർ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളിതുവരെ ഹാർഡ്വെയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി സോഫ്റ്റ്വെയർ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾക്കറിയാം ഹാർഡ്വെയർ കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കലായിട്ടുള്ള കോമ്പണൻസ് ആണ്. ഹാർഡ്വെയറിൻ്റെ ഭാഗത്ത് പല കോമ്പണൻസ് എല്ലാവരും കമ്പൈൻ ചെയ്ത് ഒരു സിസ്റ്റം ആകുമ്പോൾ, കമ്പ്യൂട്ടർ സിസ്റ്റം ആകുമ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സിസ്റ്റം, എൻറ്റയർ സിസ്റ്റം എന്ന് പറയാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒത്തിരി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കും, ഒത്തിരി കോമ്പണൻറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ സിസ്റ്റം ആകുന്നത്. സോ ഈ പാർട്ടുകളെല്ലാം, ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാമുകൾ ആവശ്യമാണ്, നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. സോ ആ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ? ഒരു കമ്പ്യൂട്ടറിനെ പ്രവർത്തന സജ്ജമാക്കുന്നതിന്, പ്രവർത്തിപ്പിക്കുന്നതിന്, ചലിപ്പിക്കുന്നതിന് നമ്മൾക്ക് പ്രോഗ്രാമുകൾ ആവശ്യമാണ്, സോഫ്റ്റ്വെയർ ആവശ്യമാണ്. സോ ടു ഡിഫൈൻ ദാറ്റ്, software is a set of electronic instructions that tells the computer how to do certain tasks. A set of instructions is often called a program. കമ്പ്യൂട്ടറിൻ്റെ ഓരോ മേഖലയും പ്രവർത്തിപ്പിക്കുന്നതിന് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. അത്തരം നിർദ്ദേശങ്ങളെ, പ്രോഗ്രാമുകളെ, കോഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. When a computer is using a particular program, it is said to be running or executing the program. The two most common type of programs are system software and application software. So, നമ്മൾക്ക് കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോഗ്രാംസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ളത്. അതിനെ നമ്മൾ പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയർ എക്സിസ്റ്റ് പ്രൈമർലി ഫോർ ദ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ടു ഹെൽപ്പ് ദ കമ്പ്യൂട്ടർ പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് വേണ്ട പ്രോഗ്രാമുകളെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രിൻ്റർ, നമ്മളൊരു പ്രിൻ്റർ എന്നുള്ള ഒരു ഫിസിക്കൽ ഡിവൈസ് നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തു. ആ പ്രിൻ്റർ പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രിൻ്ററിൻ്റേതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകും. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ആ പ്രിൻ്റർ വർക്ക് ചെയ്യുള്ളൂ. സോ ആ ഒരു പ്രോഗ്രാത്തെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. ഒരു സ്കാനർ നമ്മളുടെ സിസ്റ്റത്തിൽ പ്രവർത്തിപ്പിക്കണം. നമ്മൾ ആ സ്കാനറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് സീരീസിലുള്ള സ്കാനറാണ് നമ്മളത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ആ സ്കാനർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റയർ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറേ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ അതിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താലേ മാത്രമേ നമ്മൾക്ക് ആ സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ CMOS ഡ്രൈവേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ബയോസ് ഡ്രൈവേഴ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു കോമ്പണൻറ്റും പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആ സിസ്റ്റത്തിൽ പ്രവർത്തിപ്പിച്ചിരിക്കണം. നമ്മളൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ പെൻഡ്രൈവിലുള്ള പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ആ പെൻഡ്രൈവിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ആ പ്രത്യേകമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആകുമ്പോഴാണ് ആ പ്രത്യേകമായിട്ടുള്ള പെൻഡ്രൈവ് വർക്ക് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയറിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മളുടെ സിസ്റ്റം ഓൺ ചെയ്തു, അതിൽ സൗണ്ട് വർക്ക് ചെയ്യുന്നില്ല. തലേ ദിവസം വരെ നമ്മൾ പാട്ട് കേട്ടിരുന്നതാണ്. പിറ്റേ ദിവസം വന്നപ്പോൾ ആ പാട്ട് കേൾക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു കാരണം എന്താകാം? ആ സൗണ്ട് സിസ്റ്റം നമ്മളുടെ ഹാർഡ്വെയറുമായിട്ട് ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ CPU-യുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ പ്രത്യേകമായിട്ടുള്ള സോഫ്റ്റ്വെയറിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ സിസ്റ്റത്തിൽ പ്രൈമറി കമ്പ്യൂട്ടറിനെ മൊത്തമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകളെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഓൾ കമ്പ്യൂട്ടേഴ്സ് റിക്വയർ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ മൊബൈലിൽ നമ്മൾക്ക് ഏത് സോഫ്റ്റ്വെയർ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ iOS ഇൻസ്റ്റാൾ ചെയ്യാം, ആപ്പിളിൻ്റെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യാം, വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. പക്ഷേ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് അതിനടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് വ്യത്യാസം വരും. നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയാസ്, ഏതെല്ലാം മീഡിയാസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതിന് വ്യത്യാസം വരും. അത് തന്നെയാണ് ഡെസ്ക്ടോപ്പിൻ്റെ കേസിലും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ഇൻ്റർഫേസ് ആണ്. ദി OS tells the computer how to interact with the user and its own devices. കമ്പ്യൂട്ടറിനോട് പറയുകയാണ് ഇന്ന രീതിയിൽ കണക്ട് ചെയ്യണം. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ ഒരു വെബ് ക്യാം കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വെബ് ക്യാമിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ CD-യിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് വിൻഡോസ് 10-ലും മറ്റും അത് ഓൾറെഡി ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി അതിൻ്റെ ഡ്രൈവേഴ്സ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡിവൈസ് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമ്മളുടെ സിസ്റ്റവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. കോമൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് വിൻഡോസ്, മാക് OS, യുനിക്സ് അല്ലെ സൊലാരിസ് മുതലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ നമ്മൾക്ക് മെയിനായിട്ട് പറയാവുന്നത്, അത് നമ്മൾക്ക് കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മീഡിയമാണ്. നമ്മൾ കൊടുക്കുന്ന നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു അടിസ്ഥാനമായിട്ട് ഇതെല്ലാം വേരിയേഷൻസ് ഉണ്ടാവുന്ന അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ പെരിഫറൽസും കോമ്പണൻസും എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലൗ ചെയ്താൽ മാത്രമാണ്, അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻകോർപ്പറേറ്റഡ് ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഡിവൈസുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് മാനേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു മാനേജറെ പോലെ നമ്മുടെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ജോലി. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ജോലി അത് നമ്മൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള മീഡിയയിലേക്കും മറ്റും കണക്ട് ചെയ്യാനായിട്ട്, നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാനും മറ്റും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞത്. ഇതുവരെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, നമ്മളുടെ ഡ്രൈവർ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പറഞ്ഞു. ഡ്രൈവർ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് ഓരോ ഡിവൈസിനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളെയാണ് നമ്മൾ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം യൂട്ടിലിറ്റീസ് ഉണ്ട്, അതും സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിയെ ഡിസ്ക് പാർട്ടീഷനിങ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഡിസ്ക് പാർട്ടീഷനിങ് എന്നുള്ള ഒരു യൂട്ടിലിറ്റിയാണ്. അതുപോലെ ഡിസ്ക് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്ടിലിറ്റി ഉണ്ട്. ഡീഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി. ഇതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഡിവൈസുകളോ അല്ലെങ്കിൽ ആ സിസ്റ്റം മൊത്തമായിട്ടോ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആർ പ്രോഗ്രാംസ് ഡിസൈൻഡ് ഫോർ ഫുൾഫില്ലിംഗ് സ്പെസിഫിക് ആപ്ലിക്കേഷൻസ്. നമ്മൾക്ക് പ്രത്യേകമായിട്ട് ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, എന്തൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായം തേടുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി തയ്യാറാക്കി കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു.
അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾക്ക് ആ ഒരു പ്രത്യേകമായിട്ടുള്ള ജോലി മാത്രം ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, ഗ്രാഫിക്കൽ വർക്കിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്, വെബ് ഡിസൈനിങ് ടൂൾസ് ഉണ്ട്, ബ്രൗസേഴ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രസൻറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്, യൂട്ടിലിറ്റീസ്, മൾട്ടിമീഡിയ authoring etc. are the application programs which are available to us. സോ ഇതെല്ലാം സ്പെസിഫിക് ആണ്, അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ എൻറ്റയർ ഫങ്ഷനാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, എല്ലാ പ്രോഗ്രാമുകളെയും നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഈ സ്ലൈഡിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. OS is a program that acts as an intermediary between a user of a computer and a component of the computer hardware. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ രണ്ടെണ്ണം, പ്രൈമറി ഗോളും സെക്കൻഡറി ഗോളും പറയുന്നുണ്ട്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾക്ക് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളത്. സെക്കൻഡറി ഗോൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഓരോ പെരിഫറലും ഓരോ കോമ്പണൻറ്റും നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം controls and coordinates the use of computer hardware in among the various application program for the various users of the computer. Application programs ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾക്കിപ്പോൾ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കില്ല നമ്മൾക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ്, അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും, അതിൽ പ്രോഗ്രാംസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോൾസും കോർഡിനേറ്റ് ചെയ്യുന്നത്, ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. OS is one program running at all times on the computer. The kernel with the other program. അതായത് നമ്മൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഓഫ് ആവുന്നത് വരെ ത്രൂ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്, അതാണ് മെയിൻ ഫങ്ഷൻ, അതിൻ്റെ മെയിൻ കേർണലാണത്. അതിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള പ്രോഗ്രാമുകളെല്ലാം റൺ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു സ്പേസ് ഉപയോഗിച്ച്, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് മറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. OS provide the method for other program to communication with the hardware of computer. It creates a user interface and to enables user to make changes in the computer. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണത്. OS must enable user to determine the installed programs and then use and shut down the program of their own choices. OS should enable user to add, move and delete the installed programs. അപ്പോൾ നമ്മൾക്ക് പ്രോഗ്രാം ആഡ് ചെയ്യാനായിട്ടുള്ള ഇൻ്റർഫേസ് തരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ റണ്ണിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് സാധിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഫേംവെയർ, നമ്മൾ ബയോസിലെ പ്രോഗ്രാംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് ഓൾറെഡി വന്നതാണ്. Firmware are programs that are permanently written and stored in memory. നമ്മളുടെ റോമിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. BIOS software enables you to control the system and the different hardware components without loading the operating system. The BIOS contains a code required to operate the hardware devices connected to the system such as the keyboard, mouse, etc.
അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളെക്കുറിച്ചും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സ്പെസിഫിക് ആയിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ മുന്നിലുള്ള 4 സെഷനിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഹാർഡ്വെയറിലെ ഓരോ മേഖലയിലും ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ പരിശോധിച്ചു. അതിനുശേഷം നമ്മൾ ഈ ഹാർഡ്വെയർ എല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ അവസാനം ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത സെഷനിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കമ്പ്യൂട്ടർ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും മറ്റു ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട്, അതായത് വിൻഡോസിനെയോ അല്ലെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതെന്നും എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നുമുള്ള അടുത്ത സെഷനിൽ നമുക്ക് കാണാം. നമസ്കാരം.